കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായത് രാജ്യത്തെ ഏതൊരു സംസ്ഥാനവും കൊതിക്കുന്ന മാറ്റങ്ങളാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. ബേപ്പൂർ സൗത്ത് ഗവൺമെന്റ് LP സ്കൂൾ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അത്യാധുനിക സൗകര്യങ്ങളുമായി രാജ്യത്തെ ഏതൊരു സംസ്ഥാനവും കൊതിക്കുന്ന മാറ്റങ്ങളാണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഉണ്ടായതെന്നും കിഫ്ബി എന്ന സംവിധാനത്തിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളായി മാറിയത് പൊതുവിദ്യാലയങ്ങളാണെന്നും ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ബേപ്പൂർ സൗത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. അടിസ്ഥാന സൗകര്യങ്ങളിൽ വന്ന മാറ്റമാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ ശാക്തീകരണത്തിന് ഊർജമായത്. പൊതുവിദ്യാലയ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ 5000 കോടി രൂപയിലേറെ ചെലവിട്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രണ്ട് സ്കൂളുകൾക്ക് 3 കോടി രൂപയുടെ കെട്ടിടങ്ങൾ 4 സ്കൂളുകൾ, 4 കോടി രൂപയുടെ കെട്ടിടങ്ങൾ 2 സ്കൂളുകൾ. GGVHS ഫറൂഖ് സ്പോർട്സ് കോംപ്ലക്സിൽ 6 കോടി 71 ലക്ഷം രൂപയും, GLP സ്കൂൾ നല്ലൂർ സ്വിമ്മിംഗ് പൂൾ, ബേപ്പൂർ ഫിഷറി സ്കൂളിൽ ടർഫ്, ബേപ്പൂർ ITIക്ക് 3 കോടി 30 ലക്ഷം രൂപ ചെലവിൽ പുതിയ കെട്ടിടം, കൂടാതെ MLA ഫണ്ട് ഉപയോഗപ്പെടുത്തി 6 സ്കൂളുകൾക്ക് 3 കോടി 26 ലക്ഷം രൂപ. ഫറൂഖ് GGVHS സ്കൂളിൽ നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിച്ചു. റോബോട്ടിക് ടെക്നീഷ്യൻ, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ എന്നീ കോഴ്സുകൾ. പ്രീ പ്രൈമറി സ്കൂളുകളിൽ ഭരണകൂടാരം പദ്ധതി 7 സ്കൂളുകൾക്ക് 70 ലക്ഷം രൂപ. കലാരംഗത്ത് വിദ്യാർത്ഥികൾ മാറ്റിയെടുക്കാൻ ബഷീർ ഫെസ്റ്റ്, ഇടം പെൺകുട്ടികൾക്കുള്ള വിശ്രമ കേന്ദ്രം ഇതിലൊക്കെ തന്നെ ശ്രദ്ധയാർജിച്ചിട്ടുണ്ട്. 7 സ്കൂളുകളിൽ 88 ലക്ഷം രൂപ ചെലവഴിച്ച് പെൺകുട്ടികൾക്കുള്ള പ്രത്യേക വിശ്രമ കേന്ദ്രം ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന് വളരെ അഭിമാനമായി ബേപ്പൂർ നിയോജക മണ്ഡലം മാറിയിട്ടുണ്ട്. കേരള സംസ്ഥാന കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ CSR ഫണ്ട് ആണ് ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയത്. GVHS ഫറൂഖ്, ഫറൂഖ് HSS ഫറൂഖ് കോളേജ്, GRPH ബേപ്പൂർ, കാലിക്കറ്റ് സ്കൂൾ ഫോർ ഹാൻഡിക്യാപ്ഡ് കൊളത്തറ, GHS നല്ലളം, UMHS ചാലിയം എന്നീ സ്കൂളുകളിൽ ഇതിന്റെ ഭാഗമായി വലിയ മാറ്റങ്ങൾ ഉണ്ടായി. മണ്ഡലത്തിൽ 29 സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങൾക്കും മറ്റു സൗകര്യങ്ങൾക്കുമായി ആകെ 50 കോടി 33 ലക്ഷം രൂപ അനുവദിച്ചു എന്നുള്ള സന്തോഷ വിവരവും നിങ്ങളെ പ്രത്യേകം ഈ വേളയിൽ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാടിന്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി ചെലവഴിച്ച വലിയൊരു തുകയാണ്. ഈ ഗവൺമെന്റ് മെയ് 20, 2021 ചുമതലയേറ്റെടുത്തതിന് ശേഷം മാത്രം 1400 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരവും നിങ്ങളെ പ്രത്യേകം അറിയിക്കുകയാണ്. $75 ലക്ഷം രൂപ ചെലവിട്ടാണ് സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ആധുനിക രീതിയിലുള്ള ക്ലാസ് മുറികളും ഹാളും ശുചിമുറികളും കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സാറ ജാഫർ അധ്യക്ഷയായി. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ രാജീവ് മുഖ്യാതിഥിയായി.
ACB ന്യൂസ് കോഴിക്കോട്.